everyone, welcome back to once. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫിസിക്സ് ഫോർ ഫിസിക്കൽ സയൻസ് ആൻഡ് ലൈഫ് സയൻസ് എന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 1 ആയിട്ടുള്ള ലേസർ എന്ന് പറഞ്ഞ മൊഡ്യൂളിലെ കുറച്ച് PYQs ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ ആൻസേഴ്സ് നമുക്കറിയാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ പ്രോപ്പർട്ടീസ് ഓഫ് എ ലേസർ ബീം? ഓക്കെ, അതായത് ലേസറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ലേസറിന്റെ പ്രോപ്പർട്ടീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു? ഒരു 4 പ്രോപ്പർട്ടി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ എഴുതാം. സോ നമ്മളിവിടെ ആദ്യത്തെ 4 ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഹൈ ഡയറക്ഷനാലിറ്റി ആണ്, അതുപോലെ മൊണോക്രോമാറ്റിക് ആണ്, കൊഹറൻസ് ആണ്, അതുപോലെ ഇന്റൻസ് ബ്രൈറ്റ്നസ് ആണ്. സോ ഈ 4 ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഈ 4 പ്രോപ്പർട്ടീസ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, ക്ലിയർ അല്ല? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു 3 മാർക്കിന് നിങ്ങൾക്ക് സ്കോർ ചെയ്തൂടെ? ഓക്കെ, റെഡി? പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സ്പോണ്ടേനിയസ് എമിഷൻ ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇതിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് ഒരു 3 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ നോക്കിയേ, എന്താണ് സ്പോണ്ടേനിയസ് എമിഷൻ അല്ലെങ്കിൽ എന്താണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ? നമുക്കറിയാം സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും സഹായം, എക്സ്റ്റേണലി ആരുടെയും സഹായം ഇല്ലാത്ത എമിഷൻ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ നമുക്ക് പറയാം. പക്ഷേ സ്റ്റിമുലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഓർ ആൻ എക്സ്റ്റേണൽ ഏജന്റ്. ക്ലിയർ ആയോ? അപ്പൊ എന്താണ് മക്കളെ സ്പോണ്ടേനിയസ് എമിഷനും സ്റ്റിമുലേറ്റഡ് എമിഷനും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഓർമ്മ വരേണ്ട ഒരു പോയിന്റ് ആണ്, നമ്മുടെ സ്പോണ്ടേനിയസിലാണെങ്കിൽ എക്സ്റ്റേണലി നമുക്ക് എന്ത് ചെയ്യണം? എക്സൈറ്റ് ചെയ്യണമെങ്കിൽ ഒരാളുടെ സഹായം വേണം. പക്ഷേ അതേസമയം സ്റ്റിമുലേറ്റഡ് ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അത് ഓർത്തിച്ചു. അതാണ് ഫസ്റ്റ് പോയിന്റ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് പോയിന്റ് നോക്കി. പോളിക്രോമാറ്റിക് ആയിരിക്കും, മറ്റേത് എന്തായിരിക്കും? മോണോക്രോമാറ്റിക് ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ലെസ് ഡയറക്ഷനാലിറ്റി ആണ്, മറ്റേത് എന്തായിരിക്കും? ഹൈ ഡയറക്ഷനാലിറ്റി ആയിരിക്കും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകൊഹിറന്റ് ആണ്, മറ്റേത് എന്തായിരിക്കും? കൊഹിറന്റ് ആയിരിക്കും. നെക്സ്റ്റ്, ഇവര് ലെസ് ഇന്റൻസിറ്റി ആയിരിക്കും, മറ്റവർക്ക് എന്തായിരിക്കും? ഹൈ ഇന്റൻസിറ്റി ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പം ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് 3 മാർക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. റൈറ്റ് 4 ആപ്ലിക്കേഷൻ ഓഫ് ലേസർ. ലേസറിന്റെ ഏതെങ്കിലും ഒരു 4 ആപ്ലിക്കേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെ എഴുതാമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ എഴുതാം. ലൈക്ക് മെഡിക്കലിൽ നമുക്ക് യൂസ് ചെയ്യാം, പിന്നെ എവിടെയൊക്കെ യൂസ് ചെയ്യാം? നമുക്ക് ഇൻഡസ്ട്രിയലിൽ യൂസ് ചെയ്യാം, പിന്നെ അതുപോലെ എന്താണ് ഡിഫൻസിൽ യൂസ് ചെയ്യാം, പിന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യാം, സയന്റിസ്റ്റ് റിസർച്ച് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് ലേസേഴ്സ് യൂസ് ചെയ്യാം. സോ അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഞാനിപ്പോൾ ഇവിടെ ആദ്യൊരു 4-5 എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം. സോ ഇതൊക്കെയാണ് ലേസറിന്റെ ആപ്ലിക്കേഷൻ. വളരെ എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? ഇപ്പൊ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് പഠിച്ചു. വെറുതെ നിങ്ങൾ ഇതൊന്ന് കേട്ടിരുന്നാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? ലേസറിന്റെ വാട്ട് ഈസ് ലേസർ? ലേസർ എന്ന് ചോദിച്ചാൽ എന്താ നമുക്ക് എഴുതാൻ അറിയാം. ലേസറിന്റെ ആപ്ലിക്കേഷൻ എഴുതാൻ അറിയാം. ആപ്ലിക്കേഷൻ ഒക്കെ സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇവിടുന്ന് 3 മാർക്ക് കിട്ടും എന്നുള്ളത് ഷുവർ അല്ലേ? ഓക്കെ, റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. This is also direct question. Okay, write the advantages and disadvantages of a semiconductor laser. സെമികണ്ടക്ടർ ലേസറിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അഡ്വാൻറ്റേജസ് എന്തായിരിക്കും? സെമികണ്ടക്ടർ ലേസർ നമുക്കറിയാവുന്ന കാര്യമാണ്. സെമികണ്ടക്ടർ ലേസർ എന്ന് പറയുന്നത് വെരി സ്മോൾ ഇൻ സൈസ് ആയിരിക്കും അല്ലെ? അത് അവരുടെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് എന്താണ്? അവർക്ക് ലോ പവർ ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ അവർക്ക് എന്ത് മതി? വളരെ കുറഞ്ഞ പവർ മതി. സോ അതാണ് പറഞ്ഞിരിക്കുന്നത്, വെരി ലോ പവർ മാത്രം മതി അവർക്ക് റിക്വയർഡ് ആയിട്ട്. നെക്സ്റ്റ്, ഇവർക്ക് എന്തായിരിക്കും? ഹൈ എഫിഷ്യൻസി ആയിരിക്കും. ലൈക്ക് ഹൈ എഫിഷ്യൻസി 30 to 50% അവർക്ക് എന്തായിരിക്കും? ഹൈ എഫിഷ്യൻസി ആയിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. നെക്സ്റ്റ്, ഈസിലി ഇന്റഗ്രേറ്റഡ് വിത്ത് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ. അടുത്തത്, ഔട്ട്പുട്ട് ഓഫ് സെമി കണ്ടക്ടർ ലേസർ ക്യാൻ ബി മോഡിഫൈഡ് വിത്ത് ഹൈ ഫ്രീക്വൻസി. അതായത് വൺസ് നമ്മൾ ഈ സെമി കണ്ടക്ടറിന്റെ ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ചെറുതാണ്, അല്ലെങ്കിൽ നമുക്കത് ഈക്വലന്റ് ആയിട്ട് കിട്ടിയില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഹൈ ഫ്രീക്വൻസി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ട്പുട്ടിനെ വലുതാക്കാനായിട്ട് സാധിക്കും. സോ അത് ഇവരുടെ എന്താണ്? ഒരു അഡ്വാൻറ്റേജ് ആണ്. ക്ലിയർ ആയോ? അപ്പൊ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? എന്തൊക്കെയാണ്? ഈസിലി നമുക്ക് കണ്ണുപൂട്ടി പറയാം എന്തൊക്കെയാണ്. അവർക്ക് സ്മോൾ സൈസ് ആണ്, ഭയങ്കര എഫിഷ്യൻസി കൂടുതലാണ്, പിന്നെ എന്താണ്? നമുക്ക് ഔട്ട്പുട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്റ്റേണലി ഔട്ട്പുട്ട് ഫ്രീക്വൻസി വെച്ചിട്ട് നമുക്ക് വേരി ചെയ്യാം. അപ്പൊ തന്നെ നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എഴുതിക്കൂടെ? യെസ്. ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്, ഇതിന്റെ ഒരു മേജർ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കിട്ടുന്നത് ജനറലി ഒരു വൈഡ് ബീം ആയിരിക്കും. ഓൾസോ very less monochromatic due to the crystalline defect and thermal distortion. So ഈ ഒരു
ഡിഫക്റ്റ് കൊണ്ടാണ് ഇവരെന്താണ് ഈ സെമി കണ്ടക്ടർ ലേസറിന്റെ ഏക ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ കാര്യമായിരിക്കും. ക്ലിയർ ആയോ? അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ 3 മാർക്ക് കിട്ടില്ലേ മക്കളെ? എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? ഓക്കെ, റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഇതും ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് എ ഗ്യാസ് ലേസർ. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞുതരാം. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിക്കുകയാണ് റൈറ്റ് ദ അഡ്വാൻറ്റേജ് ഓർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് എ CO2 ലേസർ. CO2 ലേസർ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കുറെ കുട്ടികളൊക്കെ അങ്ങനെ എഴുതാതെ വന്ന സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ CO2 ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ സെയിം ഗ്യാസ് ലേസർ തന്നെയാണ്. നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. CO2 ലേസർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? CO2 ലേസർ അഥവാ എന്താണ് മക്കളെ? ഗ്യാസ് ലേസർ. ഗ്യാസ് ലേസർ ഇത് രണ്ടും എന്താണ് മക്കളെ? ഒന്നാണ്. മനസ്സിലായോ? CO2 ലേസർ അഥവാ ഗ്യാസ് ലേസർ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഒന്നാണ്. ഓക്കെ, അപ്പം ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് മക്കളെ? ഇത് ഹൈലി മോണോക്രോമാറ്റിക് ആയിരിക്കും. പിന്നെ ക്യാൻ ബി ഓപ്പറേറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെന്താ? പോർട്ടബിൾ ആയിരിക്കും, വളരെ ചീപ്പ് ആയിരിക്കും, അഫോർഡബിൾ ആയിരിക്കും. ഇതായിരിക്കും ഇതിന്റെ 3 അഡ്വാൻറ്റേജ് എന്ന് പറയാം. പിന്നെ നമ്മുടെ ഗ്യാസ് ലേസറിന്റെ അല്ലെങ്കിൽ നമ്മുടെ CO2 ലേസറിന്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. അറൌണ്ട് അതൊരു 0.1% മാത്രമേ അവർക്ക് എന്തുള്ളൂ? എഫിഷ്യൻസി ഉള്ളൂ. ഇപ്പൊ എക്സാമിന് ചോദിക്കുകയാണ് എഫിഷ്യൻസി കൂടിയ ഒരു ലേസറിനെ കുറിച്ച്, ലേസറിന്റെ ഒരു അഡ്വാൻറ്റേജസ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തോ എഴുതും? നിങ്ങൾ അപ്പോൾ ഓർക്കണം എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്? എഫിഷ്യൻസി കൂടുതലുള്ള ലേസർ ആരാണ്? നമ്മുടെ സെമി കണ്ടക്ടർ ലേസർ ആണ്. അപ്പൊ ചോദ്യം ചോദിച്ചിരിക്കുന്ന ആരെ കുറിച്ചാണ്? സെമി കണ്ടക്ടർ ലേസറിനെ കുറിച്ചാണ്. ക്ലിയർ ആയോ? അപ്പം എല്ലാം കണക്ട് ചെയ്ത് മനസ്സിലാക്കി പഠിച്ചു വെച്ചിരിക്കുക. ചിലപ്പോൾ എക്സാമിന് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചോദിക്കാം, ഗിവ് ആൻ എക്സാമ്പിൾ ഓർ ഗിവ് ആൻ അഡ്വാൻറ്റേജസ് ഓഫ് ലോ എഫിഷ്യൻസി ഉള്ളൊരു ലേസറിന്റെ ഒരു അഡ്വാൻറ്റേജസോ ഡിസഡ്വാൻറ്റേജസോ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ? അപ്പോൾ ഓർമ്മ വരണം നമുക്ക് CO2 ലേസർ അഥവാ എന്താണ് നമ്മുടെ ഗ്യാസ് ലേസറിനെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്ത് വേണം? ഓർമ്മ വരണം. ഓക്കെ, അപ്പം ഇന്നിപ്പം നമ്മൾ കണ്ട ഇത്രയും ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മുടെ എക്സാമിന് പാർട്ട് എന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനായിട്ട് പറ്റുമല്ലോ അല്ലേ? അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി അടുത്തൊരു സെഷനിൽ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതായിരിക്കും ബൈ.